നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ സ്വദേശിവൽക്കരണത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെ എന്നതിൽ സംശയമില്ല. സൗദി അറേബ്യയും കുവൈറ്റുമാണ് പ്രവാസികളെ പുറത്താക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ എല്ലാ തൊഴിൽ മേഖലയിലും ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും ജോലി ചെയ്യാൻ സൗകര്യം ഒരുങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്ഥിരീകരിച്ചതായി ഒരു പ്രാദേശിക മാധ്യമത്തെ ഉദ്ധരിച്ച് ടൈം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് സൗദി അറേബ്യയ്ക്ക് പുറമെ UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളിലെ പൗരന്മാരെയും സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ ഉൾപ്പെടുത്താമെന്നാണ് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ജോലികളിൽ ഗൾഫ് പൗരന്മാർ ജോലി ചെയ്യുന്നത് സൗദിവൽക്കരണ ശതമാനത്തിൽ 1 കണക്കാക്കുന്നതായിരിക്കും എന്നാണ് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കമ്പനികളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും വിവിധ തസ്തികകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. അടുത്ത വർഷത്തോടെ കൺസൾട്ടിംഗ് പ്രൊഫഷനുകളിലും ബിസിനസ്സുകളിലും 35% സ്വദേശിവൽക്കരണം കൊണ്ടുവരാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുള്ളത്. സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന വകുപ്പ് മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി ഇക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതേസമയം ഈ വർഷത്തിന് മുമ്പ് UAE-യിൽ 2% സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തും എന്നും UAE മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 2023 ജനുവരി മുതലാണ് പിഴ ചുമത്തുക. നിയമം ലംഘിക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു സ്വദേശിക്ക് മാസത്തിൽ 6000 ദിർഹം എന്ന നിരക്കിൽ കണക്കാക്കി വർഷത്തിൽ 72,000 ദിർഹം വീതം ഈടാക്കുന്നതായിരിക്കും. UAE-യിൽ 2026ഓടെ സ്വദേശിവൽക്കരണം 10% ഉയർത്താൻ നിർദ്ദേശമുണ്ട്. സ്വദേശിവൽക്കരണ നിബന്ധന പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം സൗദിയിൽ സുരക്ഷാ ഏജൻസികളുടെ പിടിയിലായത് 65,000-ലേറെ അനധികൃത താമസക്കാരെന്ന റിപ്പോർട്ട്. നിയമലംഘകർക്കും അനധികൃത താമസക്കാർക്കുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് ഒരു മാസത്തിനിടയിൽ ഇത്രയേറെ പ്രവാസികൾ അറസ്റ്റിലായത്. ഇവയിൽ 40,000-ലേറെ പേരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയതായും അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിവിധ നിയമലംഘനങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ പിടിക്കപ്പെട്ട 53,366 പേർ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ നിയമ നടപടികൾ കാത്തുകഴിയുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവരിൽ 49,474 പേർ പുരുഷന്മാരും 3,892 പേർ സ്ത്രീകളുമാണ്. 43,506 പേരുടെ കേസുകൾ നാട്ടിലേക്കുള്ള താമസരേഖകൾ ശരിപ്പെടുത്തുന്നതിനായി അവരവരുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. ഒരു മാസത്തിനിടയിൽ നാടുകടത്തപ്പെട്ട 40,000-ലേറെ പേരിൽ 9,203 പേരെ കയറ്റി അയച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നാടുകടത്തൽ കാത്തുകഴിയുന്ന 2,148 പേരുടെ കാര്യത്തിൽ ടിക്കറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.